ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നൊരു തേങ്ങ അരയ്ക്കാത്ത ഒരു മോര് കറിക്കുള്ള റെസിപ്പി ഞാൻ പറയാം കേട്ടോ. അതിനുവേണ്ടി അപ്പോൾ ഞാനൊരു പാത്രത്തിലോട്ട് കുഞ്ഞുള്ളി, ഒരു ചെറിയ സബോള, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില, തക്കാളി ഇത്രയെല്ലാം നന്നാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കണം. ഞാൻ കടുക് പൊട്ടിച്ചില്ല, അത്ര താല്പര്യമില്ല എന്നിട്ടാണ്. ഈ പറഞ്ഞതെല്ലാം തക്കാളി ഒഴികെ ബാക്കി എല്ലാം ഇട്ട് ഒരു വറ്റൽമുളകും കൂടെ മുറിച്ചിട്ടിട്ട് നന്നായിട്ട് വഴട്ടിയെടുക്കണം. അപ്പോൾ ഞാനത് ശരിക്കും ഫ്ലെയിം കുറച്ചിട്ടുണ്ട്, കാരണം എൻ്റെ കട്ടി കുറഞ്ഞൊരു പാത്രം ആയതുകൊണ്ട് പെട്ടെന്ന് കരിയും. അപ്പോൾ കരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ തീ കുറച്ച് വെച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ടൈമൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടാവും. ഞാൻ പറഞ്ഞ സ്ഥിരം ഉണ്ടാക്കുന്നത് പ്രൊഫഷണൽസ് അല്ല. ഇതൊക്കെ ഈ കുഞ്ഞ് ബാച്ചിലേഴ്സിനും അല്ലെങ്കിൽ ഈ ഹോസ്റ്റൽ സ്റ്റുഡൻസിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന, ഈ അപ്പാർട്ട്മെൻറ്റിലൊക്കെ താമസിക്കുന്ന കുട്ടികളുണ്ടാവില്ല, അവർക്കൊക്കെ ഇത് ട്രൈ ചെയ്യാം. 3-4 ദിവസത്തേക്ക് വേറെ ഒന്നും വേണ്ട. പിന്നെ എല്ലാ മുട്ടയൊക്കെ പൊരിച്ച് കഴിക്കാം. അപ്പോൾ അല്ലെങ്കിൽ വല്ല അച്ചാർ അല്ലെങ്കിൽ ചെറിയ മെഴുക്ക് പുരട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വഴറ്റുന്ന മൊത്തം ഞാൻ കാണിക്കുന്നത്, അതിൻ്റെ ഒരു പാകം എന്തോരം എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ പയ്യെ ഒരു കളറ് മാറി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഞാനിന്ന് ഫ്ലെയിം കുറയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ കിടന്നിട്ടുണ്ടെങ്കിൽ കരിയും. ഫ്ലെയിം കൂട്ടിയിട്ട് സ്പീഡ് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ കരിയില്ല. അപ്പോൾ ഞാനൊന്ന് ഇനി ഫ്ലെയിം കുറച്ചിടാൻ പോവാണ്, അല്ലെങ്കിൽ നന്നായിട്ട് കരിയും. അപ്പോൾ നോക്കുക, പുകയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനിയും കുറച്ചില്ലെങ്കിൽ കരിയും. ഒച്ചയടിക്ക് കളർ മാറിയതാണ്ടോ. നമുക്ക് ഈ നേരത്ത് ഞാനൊരു കൈ കൊണ്ടാണ് ഫോൺ പിടിച്ച് ഒരു കൈ കൊണ്ട് ഇളക്കുന്നത് കൊണ്ട് ഞാൻ പൊടികൾ ഇടുന്നത് കാണിച്ചില്ല. ഞാൻ പറയാം. ഒരു 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ വേണ്ട, 1/4 മതി. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2-3 ഒരു 1/4 സ്പൂൺ ഉലുവാപ്പൊടി, കുറച്ച് കായംപൊടി, ഇത്രയുമാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇതെല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റണം. നമ്മൾ ഒഴിക്കുന്ന മോരുകൾക്കനുസരിച്ച് നമുക്ക് ഇടുമ്പോൾ തന്നെ അറിയാം. കായോ ഉലുവയൊന്നും കൂടിപ്പോകരുത്, ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല. കായോ ഉലുവയൊക്കെ ഒത്തിരി ആയ കയ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മുളക് പൊടി കൂടിപ്പോയ എരിവുണ്ടാവും. അപ്പോൾ ഒരുപാട് ആൾക്കാർക്കിടെ എരിവൊക്കെ അനുസരിച്ച് വേണം മുളക് പൊടി ഇടാൻ. മഞ്ഞൾപ്പൊടി കൂടിയാലും കുഴപ്പമാണ്. മഞ്ഞൾപ്പൊടിയുടെ ഒരു ചുവയുണ്ടാവും. എല്ലാം കുറേശ്ശെ പാകത്തിനിട്ട് കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചക്കുത്ത് മാറുന്നവരെ ഞാൻ ഇളക്കിയിട്ടുണ്ട്. ഇളക്കി കഴിയുമ്പോൾ നമുക്ക് പച്ചക്കുത്തൊക്കെ മാറിക്കഴിയുമ്പോൾ തക്കാളിക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 ഇടത്തരം തക്കാളിക്കാണ് എടുത്ത് വെച്ചേക്കണേ. ഒത്തിരി വേണ്ട, പുളിപ്പൊക്കെ ഉള്ളതാണ്. അപ്പം 2 എണ്ണം മതിയാവും. ഇനിയിപ്പോൾ ഒരു വലുതാണെങ്കിലും മതിയാവും. എൻ്റെ അടുത്ത് ഇടത്തരമായിരുന്നു. അല്ലെങ്കിൽ ഒരു വലുതും ഒരു ചെറുതും ആണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് ഇപ്പോൾ ഉപ്പിട്ട് കൊടുക്കുവാണ്. ഉപ്പിടാനായിട്ട് ചെപ്പ് തുറക്കാൻ പറ്റില്ല, കയ്യിൽ ഫോണല്ലേ. അപ്പോൾ ഞാൻ മറ്റേ ചോറിലൊക്കെ ഇടുന്ന സംഭവം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് കുടഞ്ഞിടുക. കണ്ട, അത് ആയിട്ടുണ്ടാവില്ല. എന്നാലും തക്കാളിക്കുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ മോര് ഒഴിക്കുമ്പോൾ ഞാൻ വേറെ സെപ്പറേറ്റ് ഇടാമെന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇളക്കി ആ മസാലയിൽ ഇതിൻ്റെ പേട്ടൊന്നാക്കി, എണ്ണയൊക്കെ കണ്ട തെളിഞ്ഞിരിപ്പുണ്ട്. നമുക്കൊന്ന് മൂടി വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിക്കാം. തക്കാളി പെട്ടെന്ന് വേവും. ഒരു 5 മിനിറ്റിനുള്ളിലൊക്കെ നന്നായിട്ടത് വേവും. അപ്പോൾ അതനുസരിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് ഈ നേരത്ത് നമുക്ക് തൈരെടുക്കാം. ഞാനിവിടെ തൈരെടുത്ത് വെച്ചിട്ടുണ്ട്. 3-4 ദിവസമായതാണ്. ആ തൈര് നമുക്ക് ആവശ്യത്തിന് ഇളക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഫ്രിഡ്ജ് വെച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഞാൻ ഫ്രിഡ്ജിലല്ല വെച്ചേക്കണേ, പുറത്താണ്. പക്ഷേ 3-4 ദിവസം കൂടുമ്പോൾ, ഒരു 2-3 ദിവസം കൂടുമ്പോൾ പാത്രം മാറ്റി വെച്ചാൽ മതി. ഇല്ലെങ്കിൽ ചെറിയ പുഴുക്കൾ വരും. എനിക്കൊരു തവണ പറ്റിയതാണ്. അപ്പോൾ ഞാനത് ആവശ്യത്തിനുള്ള തൈര് എടുക്കണുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള എടുക്കണം. എടുത്തിട്ട് ഈ വിസ്ക് പോലത്തെ ഇതുണ്ടല്ലോ, അത് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കട്ട കുത്തില്ല. അപ്പോൾ നന്നായിട്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ചെറിയ മിക്സിയിലൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള തൈരൊക്കെ ആകുമ്പോൾ ഇത് വെച്ച് ഇങ്ങനെ നന്നായിട്ട് ഇളക്കുമ്പോൾ തന്നെ അത് നല്ല നീറ്റായിട്ട് കട്ടയെല്ലാം വിട്ട് നന്നായിട്ട് വരും. കണ്ട, നല്ല ക്രീമി ടെക്സ്ചറായിട്ട് വന്നിട്ടുണ്ട്. സോ ഇങ്ങനെ തന്നെ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. കണ്ട, മിക്സൊക്കെ എടുത്ത് പിന്നെ അത് വെള്ളം പോകണം. എന്തിനത്, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ എങ്ങനെ പണി ചുരുക്കുക എന്നല്ലേ നോക്കണേ. അപ്പോൾ ആ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് തക്കാളിക്ക് നമ്മുടെ വെന്തിട്ടുണ്ട്. കണ്ടോ, ഇത്തിരി നേരം കൊണ്ട് ഞാൻ വൈകിയിരുന്നു, ഞാൻ അടി പിടിച്ച് കരിഞ്ഞാനെ. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കുക.
കൊള്ളാണ്ട് നോക്കുക. അപ്പോൾ ഇതാ ഒഴിച്ച് നല്ല കട്ടിയായിട്ടുള്ള തൈരാണ് ഞാൻ ഒഴിച്ചത് കേട്ടോ. അപ്പോൾ നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കാണുന്ന കളറാവില്ല, അത് മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ലൊരു കളറായിട്ട് വരും. എന്താ ഇപ്പോൾ തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ചതാണ്, രാത്രി ഉണ്ടാക്കി വെച്ചു. രാവിലെ എനിക്ക് ഹസ്ബൻഡിന് കൊടുത്തു വിടാം. അപ്പോൾ അത് കഴുകി, നല്ല കട്ടിയുള്ള തൈരായതുകൊണ്ട് കഴുകി ഞാൻ അത്ര വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത്തിരിയും കൂടെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് അതിനകത്തോട്ട്. അത് എടുത്തിട്ടില്ല, ഫോൺ വെച്ചിട്ടാണ് ഈ പണിയൊക്കെ ചെയ്യണേ. അപ്പോൾ 1/2 ഗ്ലാസ് വെള്ളവും ആവശ്യത്തിന് ഉപ്പ് നോക്കുക. ഉപ്പ് നോക്കിയിട്ട് ഈ തൈരിനുള്ള ഉപ്പും കൂടെ, കുറച്ച് പുളിയുള്ള തൈരാണ്, അതുകൊണ്ട് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ കറി തിളയ്ക്കാൻ പാടില്ല. തിളച്ചിട്ടുണ്ടെങ്കിൽ പിരിയും. പാലും വെള്ളവും സെപ്പറേറ്റ് ആവും, പിരിഞ്ഞ് കിടക്കും. അപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, നന്നായിട്ട് ചൂടാവുക. ഒരു തുള്ളി തിള വന്നിട്ടുണ്ടെങ്കിൽ കറിയുടെ ഭംഗിയേ പോവും. നമ്മളിത് എടുത്ത് വെച്ച് നമ്മൾ ചൂടാക്കും. ഇപ്പോൾ 2-3 ദിവസമൊക്കെ ഈ കറി ഇരിക്കും, 4 ദിവസം വരെയൊക്കെ ഇതിരിക്കും. ടേസ്റ്റ് മാറില്ല, ടേസ്റ്റ് കൂടുകയുള്ളൂ. പക്ഷെ നമ്മളിത് വൈകുന്നേരങ്ങളിൽ എപ്പോഴേലും ടൈം കിട്ടുമ്പോൾ ഒന്ന് ചൂടാക്കി വെക്കുക. നന്നായിട്ട് ചൂടാവാനേ പാടുള്ളൂ. ഞാൻ പ്രത്യേകം പറഞ്ഞു, തിളയ്ക്കരുത്. തിളച്ചാൽ നമ്മൾ ഈ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവും, നമുക്ക് കഴിക്കാനേ തോന്നിയില്ല, അതുപോലെ ഒരു ഇതാവും. അപ്പോൾ നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്ത് കണ്ട കറിയുടെ കളറൊക്കെ മാറി എണ്ണയൊക്കെ ഇളക്കി കൊടുക്കുമ്പോൾ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ ഇപ്പോൾ ഉപ്പൊക്കെ ഉണ്ട്. പിന്നെ കറിവേപ്പിലിടണം കേട്ടോ, ഞാൻ അത് മറന്നു. ഇത്ര നേരം കലകലക്കലാന്ന് പറഞ്ഞുകൊണ്ടിരുന്നു, കറിവേപ്പില ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. നല്ല പച്ച കറിവേപ്പിലുണ്ടെങ്കിൽ അതാവും നല്ല ടേസ്റ്റ്. എൻ്റെ കയ്യിലുള്ള കറിവേപ്പിലൊക്കെ കടന മേടിച്ചിട്ട് വന്ന, അതാണെങ്കിലോ ഇങ്ങനെ വടി പോലെ ഇരിക്കണം പുറത്ത് വെച്ചിട്ട്, ഉണങ്ങി 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 ഉണങ്ങി. ഇവിടെ തണുപ്പാണ്, പക്ഷെ കറിവേപ്പില ഉണങ്ങി 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 വടി പോലെ നിൽക്കണം. ആ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടറിയാം. വെയിലത്തൊന്ന് വെച്ച് ഉണങ്ങണേക്കാൾ നല്ല അടിപൊളിയായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. പൊടിച്ച് വേണമെങ്കിൽ നമുക്കൊക്കെ തലയിൽ തൂക്കാം, അതുപോലെ കറിവേപ്പിലൊക്കെ ഇരിക്കണേ. അപ്പോൾ നല്ല പച്ച കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാവും. പിന്നെ ഞാൻ കഥയ്ക്കുന്നതെന്നു ചോദിച്ചാൽ കുട്ടികളുടെ കൂടെ കളിച്ചുകൊണ്ടാണ് ഞാൻ ഈ പണിയെല്ലാം ചെയ്യണത്. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസ് ഞാൻ ഇടാം. ഇതൊക്കെ ഈ രാവിലെ തിരക്ക് പിടിക്കുന്ന ആൾക്കാരൊക്കെ നല്ല യൂസ്ഫുള്ളാവും. ഇത് കുട്ടികൾക്കും ഹസ്ബൻഡിനൊക്കെ ഓഫീസിലൊക്കെ കൊടുത്തു വിടാൻ നല്ലൊരു റെസിപ്പി തന്നെയാണ്, നമുക്കും കൊണ്ടുപോകാൻ ജോലിക്ക് പോകുമ്പോൾ. അപ്പോൾ ഇനിയുള്ള ഈസിയൊക്കെ റെസിപ്പീസ് ഞാൻ ഇടാം. അപ്പോൾ വീഡിയോസൊക്കെ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. അതൊരു സന്തോഷമാണ്. കുറേ ആൾക്കാർ കാണുന്നുണ്ട് എൻ്റെ ചപ്പാത്തിയുടെ വീഡിയോ ഒക്കെ. അതൊക്കെ നിങ്ങൾ കണ്ട് ട്രൈ ചെയ്ത് നോക്കുക. പെർഫെക്റ്റ് ആയിട്ട് വരും കേട്ടോ. ബൈ.